നന്നമുക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച. പ്രതീകാത്മക ഉദ്ഘാടനം നടത്താനെത്തിയ ബിജെപിയെ പോലീസ് തടഞ്ഞു. സ്ഥലത്ത് ഏറെ നേരം സംഘർഷാവസ്ഥ നിലനിന്നു. ഇതിനെതിരെ ആര് വന്നാലും ആര് തടുത്താലും ഭാരതീയ ജനതാ പാർട്ടി ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതിന്റെ ജനകീയ ഉദ്ഘാടനം നന്നമുക്ക് ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ബിജെപി നടത്തിയ പ്രതീകാത്മക ഉദ്ഘാടനം പോലീസ് തടഞ്ഞു. കേന്ദ്രത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ബിൽഡിംഗിന്റെ പണികൾ പൂർത്തീകരിച്ചത് എന്ന വാദത്തിലാണ് ബിജെപിയുള്ളത്. പ്രചരണ ബോർഡുകളിൽ പ്രധാനമന്ത്രിയുടെയും കെട്ടിടം നിൽക്കുന്ന സ്ഥലത്തെ ബിജെപി ജനപ്രതിനിധിയുടെയോ ഫോട്ടോ വയ്ക്കാത്തതിലാണ് ബിജെപി പ്രാദേശിക നേതൃത്വത്തിന് അമർഷമുണ്ടായത്. നന്നമുക്ക് പഞ്ചായത്ത് ബിജെപി കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പുതിയ കെട്ടിടത്തിൽ റഡ്ബൻ കെട്ടിടം ഉദ്ഘാടനം നിർവഹിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന സമയത്താണ് ചങ്ങരംകുളം CA ബെന്നി ജേക്കബ് സ്ഥലത്തെത്തി പരിപാടി നിർത്തിച്ചത്. സ്ഥലത്തേറെ നേരം സംഘർഷാവസ്ഥ നിലനിന്നു. ബിജെപി നേതാവ് K. സുരേന്ദ്രൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പോലീസ് സ്ഥലത്തെത്തി പരിപാടി നിർത്താൻ ആവശ്യപ്പെടുകയും കെട്ടിയ റിബൺ CA വലിക്കുകയും ചെയ്തതോടെ സുരേന്ദ്രൻ റിബൺ കട്ട് ചെയ്യുകയും ചെയ്തു. ഗ്രാമങ്ങളിലെ ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങൾ പുനരുദ്ധരിക്കുകയും അതിന് കെട്ടിടം നിർമ്മിക്കുകയും അവിടെ ഒരു ആശുപത്രിയായി ഉയർത്തുകയും ചെയ്യുക എന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ആയിരക്കണക്കിന് കോടി രൂപയാണ് നാഷണൽ ഹെൽത്ത് മിഷൻ അഥവാ NHM ഫണ്ട് കേരളത്തിലേക്ക് ഒഴുകുന്നത്. ആ കേരളത്തിലേക്ക് ഒഴുകി വരുന്ന ഫണ്ട് അഴിമതി നടത്തുന്നു. കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുൻപ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ 18 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. 100% കേന്ദ്ര ഫണ്ടാണ്. ആ 100% കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പദ്ധതി ഉദ്ഘാടനം നടത്തുമ്പോൾ പ്രധാനമന്ത്രിയുടെ പടം വെക്കാൻ ഇവർ മടിക്കുന്നത് എന്തുകൊണ്ട്? നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി രാജ്യത്തെ ജനങ്ങൾക്ക് നൽകുന്ന വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഇവിടെയും നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ LDF സർക്കാരിൽ സ്പീക്കറായിരുന്ന P. ശ്രീരാമകൃഷ്ണന്റെ ഇടപെടലിന്റെ ഭാഗമായി നബാർഡിൽ നിന്ന് 2 കോടി രൂപയും നന്നമുക്ക് പഞ്ചായത്ത് 30 ലക്ഷം രൂപയും ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. P. നന്ദകുമാർ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഉപകരണങ്ങൾ വാങ്ങാൻ 10 ലക്ഷവും അനുവദിച്ചു. കോൺഫറൻസ് ഹാൾ നിർമ്മിക്കാൻ 15 ലക്ഷം അനുവദിക്കുന്നതിനുള്ള നടപടികളും അന്തിമഘട്ടത്തിലാണ്. NHM ഫണ്ട് ഉപയോഗിച്ച് 14 ലക്ഷം രൂപയുടെ ഉപകരണങ്ങളും വാങ്ങിയിട്ടുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. പുതിയ കെട്ടിടത്തിന് P. ചിത്രൻ നമ്പൂതിരിപ്പാടാണ് സർക്കാർ നിശ്ചയിച്ച വാല്യൂ തുക നൽകി സ്ഥലം നൽകിയത്. NCV ന്യൂസ്, ചങ്ങരംകുളം. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ്സ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.